പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ കൂട്ടായ്മയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് വലിയ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകള്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള നൊമ്പരങ്ങള്, നിയോഗങ്ങള്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ പല പല പ്രശ്നങ്ങള് എല്ലാത്തിനു മുമ്പില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത മക്കള്, പഠനത്തിന് വളരാൻ പറ്റാത്ത മക്കള്, സാമ്പത്തികമായി തകർന്നുപോയ മക്കള്, പലവിധ രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന മക്കള്, മരണക്കിടക്കയിലായിരിക്കുന്ന മക്കള്, ശുദ്ധികൻ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, കുടുംബവൃക്ഷത്തിന്റെ മേല്, മരിച്ചുപോയവരുടെ മേല്, ഞങ്ങളുടെ യുവമക്കളുടെ മേല് എല്ലാം കരുണയായിരിക്കണമെന്ന് പ്രത്യേകം ആമിത്വത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തില് ഈ മെയ് മാസത്തിന്റെ അവസാന ദിവസത്തില്, അമ്മയുടെ പ്രത്യേക വണക്കമാസത്തിന്റെ ഈ അവസാന ദിവസത്തില് യോസേപ്പിതാവിനോടും ഉണ്ണീശോയോടും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. ദൈവ കൃപ നിറഞ്ഞ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൃപയിൽ വളരേണ്ടതിന്റെ ആവശ്യകത, കൃപയിൽ നിറയപ്പെട്ടാനുള്ള ജീവിതം, അതിനെ കുറിച്ചൊക്കെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും നമ്മുടെ സഭയുടെ പഠിപ്പിക്കൽ നിന്നും ഉദാശ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് സമരിയാക്കാരി സ്ത്രീയുടെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആ മകള് വെള്ളം കോരാൻ വരുന്നു, ഈശോ വെള്ളം ചോദിക്കുന്നു, അങ്ങനെ സംഭാഷണം. അതിനിടയില് ഈശോ പറയാണ്, ഞാൻ നിനക്ക് ജലം തരാം, നീ അത് കുടിച്ചാ പിന്നെ നിനക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറ് ആഴമുള്ളതാണ്. ഈശോ പറഞ്ഞ വലിയൊരു ആത്മീയ രഹസ്യം, ഞാൻ തരുന്ന ജലം കുടിക്കണം. നീ ഇപ്പൊ കുടിക്കുന്ന ജലം കുടിച്ചാൽ, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ തരാം ഒരു ജലം, അത് കുടിച്ചാൽ പിന്നെ നിനക്കൊരിക്കലും ദാഹിക്കത്തില്ല. ഈശോ ആത്മീയമായിട്ട് ആ മകളുടെ ആത്മാവിനെ കണ്ടുകൊണ്ട് പറയാം. അവൾ കുടിച്ച ജലം നമുക്കറിയാം. ജഡിക പാപത്തിന്റെ 5 ഭർത്താക്കന്മാര്, 6-ാമന്റെ കൂടെ അവന് ഭർത്താവല്ലാത്ത അവസ്ഥ, അതുമായിട്ട് ബന്ധപ്പെട്ട ജഡത്തിന്റെ വിശപ്പ്, ദാഹം ശമിപ്പിക്കുന്ന പ്രവൃത്തികൾ, അത് എന്തുമാത്രം ചെയ്താലും, ആ വെള്ളം എന്തുമാത്രം കുടിച്ചാലും, ഫോർ എക്സാമ്പിൾ മദ്യപാനി എത്ര കുടിച്ചാലും, വ്യഭിചാരി എത്ര വ്യഭിചരിച്ചാലും, മ്ലേച്ഛമായ സിനിമ കണ്ടാലും, ലഹരി അടിച്ചാലും, മദ്യപാനം അല്ലെങ്കിൽ ഒത്തിരി മയക്കുമരുന്ന്, MDM, പബ്ബുകള്, ഹോം സ്റ്റേ, കറങ്ങാപ്പൊക്ക്, കൂട്ടുകെട്ട്, ഭക്ഷണം, ഇതൊക്കെ ദൂരെ തിന്നാലും കുടിച്ചാലും സുഖിച്ചാലും ആസ്വദിച്ചാലും ഒരിക്കലും തൃപ്തി വരില്ല, വിശന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ മദ്യപാനം കഴിഞ്ഞു, നാളെ വീണ്ടും ആവേശം വരും. ഇന്ന് വ്യഭിചരിച്ചു, നാളെയും അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ വീണ്ടും വ്യഭിചരിക്കാൻ തോന്നും. ഇതാണ് ദാഹം. ഈ ദാഹം ശമിക്കില്ല. എന്നാൽ പറയാ, ഞാൻ തരുന്ന ജലമുണ്ട്, കൃപയുടെ ജീവന്റെ ചൈതന്യത്തിന്റെ ജലം, അത് കുടിച്ചാ പിന്നെ ഈ ജഡത്തിന്റെ ദാഹം പിന്നെ ഉണ്ടാവത്തില്ല. ഇത് വലിയൊരു സത്യ. എന്റെ മക്കളെ, നമ്മുടെ മക്കൾ ഇന്ന് ഇതിന്റെയൊക്കെ പിന്നാലെ പോകാനുള്ള കാരണം ഈ ജഡത്തിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുക. എന്നാൽ അത് ശമിപ്പിക്കുന്ന ഒറ്റ വഴിയുള്ളൂ. അത് മരുന്ന് കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ മറ്റ് ഒന്നും കൊണ്ടും മാറത്തില്ല. അത് മാറണോ? യേശു തരുന്ന ജലം. അതെന്താണ്?
ഈശോയെ തന്നെയാണ്. നമ്മളിനി ഈ ജൂൺ മാസത്തിലേക്ക് നാളെ പ്രവേശിക്കുമ്പോ തിരുഹൃദയത്തിന്റെ മുമ്പില് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഈശോ തരുന്ന ഒരു ജലമുണ്ട്. തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ സ്നേഹത്തിന്റെ, ചൈതന്യത്തിന്റെ, കരുണയുടെ, സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ, വിശുദ്ധിയുടെ ദാഹം ശമിപ്പിക്കുന്ന ഒരു ജലം ഈശോ തരുന്നുണ്ട്. അത് ഈശോയ്ക്ക് മാത്രമേ തരാൻ പറ്റൂ. ഈ ലോകത്തിനോ സമ്പത്തിനോ ജടിക സുഖങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒരു വ്യക്തിക്കോ ഒരു ജോലിക്കോ ഒരു പഠനത്തിനോ തരാൻ പറ്റില്ല. അത് ഈശോയ്ക്ക് മാത്രമേ തരാൻ പറ്റൂ. അതുകൊണ്ട് നമ്മള് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ആ സ്ത്രീ പ്രാർത്ഥിച്ചു, സമരിയക്കാരി, എന്നാൽ ആ വെള്ളം എനിക്ക് താ, ഞാൻ പിന്നെ വെള്ളം കുടിക്കാൻ പോണ്ടല്ലോ. കണ്ടോ, ഞാൻ പിന്നെ ഈ വെള്ളം കുടിക്കാൻ പോണ്ടല്ലോ, ആ വെള്ളം എനിക്ക് താ. അതിനുവേണ്ടി അവൾ ദാഹിച്ചു. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പല മക്കളും പലതിന്റെ പിന്നാലെ പോയി നിരാശപ്പെട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി ഒത്തിരിയേറെ കോളേജിൽ പോയി, കൂട്ടുകെട്ടിപ്പോയി, ഡ്രഗ് അഡിക്റ്റ് ആയി, ലഹരിക്ക് അടിമപ്പെട്ടു, പബ്ബിൽ പോയി വ്യഭിചരിച്ചു, എല്ലാം ചെയ്ത് ഇന്ന് നിരാശയുടെ പടുകൂടിയില് ഡിപ്രഷനിൽ കിടക്കുമ്പോ അതിന്റെ ഡാഡിയെ വിളിച്ചു വരുത്തി. ആ സമയത്ത് ഈ കൊച്ചു ഡാഡിയോട് പറഞ്ഞ, പലതിന്റെ പിന്നാലെ പോയ വേദനയോടെ നൊമ്പരത്തോടെ കൊച്ചു പറയണ്, ഡാഡി, ഐ വാണ്ട് സംതിങ് ആൻഡ് ഐ വെന്റ് ആഫ്റ്റർ ഫോർ ദിസ് ഫോർ സോ മെനി തിങ്സ്. ഒത്തിരി കാലത്തിന്റെ പിന്നാലെ പോയി ഈ സംതിങ്ങിന് വേണ്ടി, പക്ഷെ അതൊന്നും കിട്ടിയില്ല. എല്ലാം നശിച്ച് അടങ്ങി ഒടുങ്ങിയിരിക്കുമ്പോ അവൾ പറയാ, now I don't know what it is. I want something but I don't know what it is, and that what it is Jesus. അത് കർത്താവാണ്, അത് ഈശോ തരുന്ന ജീവജലമാണ്, ആ കൃപയാണ്. അത് കിട്ടാതെ നമ്മുടെ മക്കള് എന്തിന്റെ പിന്നാലെ പോയാലും അവസാനം ഡിപ്രഷൻ, പല പല മരുന്നുകള് അതുമായിട്ട് ബന്ധപ്പെട്ട് അവസാനിക്കുമെന്നാൽ ഈശോയെ കിട്ടിയാലോ പിന്നെ വേറൊന്നും വേണ്ട, സാറ്റിസ്ഫൈഡ്. ഇതാണ് സത്യം. എത്രയോ വിശുദ്ധര്, എത്രയോ കഠിന പാപികള്, എത്രയോ നിരീശ്വരവാദികള് ഈ സത്യം അനുഭവിച്ച് ഈശോയെ സ്വീകരിച്ചപ്പോ അവരനുഭവിച്ച സന്തോഷമുണ്ട്, അവരനുഭവിച്ച സമാധാനം. പിന്നെ അവർ പോയിട്ടില്ല. മഗ്ദലന മറിയം പിന്നെ പോയിട്ടില്ല. അഗസ്തീനോസ് പിന്നെ പോയിട്ടില്ല. പല കഠിന പാപികൾ പിന്നെ പോയിട്ടില്ല. മറ്റൊന്നിന്റെ പിന്നാലെ യേശുവിനെ കിട്ടി, ആ കൃപ കിട്ടി, ആ ജീവജലം കിട്ടി. അവർ സംതൃപ്തരായി. ആ വലിയ അഭിഷേകം നമ്മുടെ മക്കൾക്ക് കിട്ടിയാൽ, നിങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയാൽ, ജീവിത പങ്കാളിക്ക് കിട്ടിയാൽ, നമുക്ക് കിട്ടിയാൽ, നമ്മൾ അതിനാൽ തന്നെ സംതൃപ്തരാകും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട, ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നാളെ മുതല് ജൂൺ മാസത്തിന്റെ തിരുഹൃദയത്തിന് മുമ്പില്, ആ വണക്കമാസത്തിന്റെ ചൈതന്യത്തില് മക്കൾക്ക് വേണ്ടി, എല്ലാ നിയോഗങ്ങൾക്കും കുടുംബത്തിനു വേണ്ടി തിരുഹൃദയത്തിന് മുമ്പില് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും ഈ തിരുഹൃദയ വണക്കമാസത്തിന്റെ ജൂൺ മാസത്തില് തിരുഹൃദയത്തിന് മുമ്പില് കർത്താവിന്റെ ഈ ജീവജലം, കർത്താവിന്റെ ഈ കരുണ, കർത്താവിന്റെ ഈ പ്രകാശം, കർത്താവ് ഹൃദയത്തിൽ നിന്ന് തരുന്ന ഒത്തിരി കൃപകള്, അനുഗ്രഹങ്ങള് സ്വീകരിക്കുവാൻ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മള് ഈ പങ്കെടുക്കുന്ന ഈ ചാനല് നിങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. അനേക ആയിരങ്ങള് പങ്കെടുക്കാൻ ഇടയാക്കത്തക്ക വിധത്തില് യൂട്യൂബ് തന്നെ ഈ ചാനല് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കൂടണം. അതുകൊണ്ട് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ കർത്താവിന്റെ കൃപയിൽ, മറ്റെല്ലാ ദാഹവും ശമിപ്പിക്കുന്ന സംതൃപ്തിയില് വളർത്തിയെടുക്കാൻ കൃപയുടെ ശുശ്രൂഷയാണ് മക്കളെ ഇത്. ഇതിലൂടെ എല്ലാം ലഭിക്കും. രോഗശാന്തി കിട്ടും, സാമ്പത്തിക തകർച്ച മാറും, ഭൗതിക നേട്ടങ്ങൾ കർത്താവിനാൽ നമുക്ക് ലഭിച്ചിരിക്കും. അത് സത്യം. അതുകൊണ്ട് ഈ അഭിഷേക ശുശ്രൂഷയിലേക്ക് അനേക കാര്യങ്ങൾ പങ്കെടുക്കുക. ഇതൊരു സുവിശേഷ വേലയെ നിങ്ങൾ എടുക്കുക, നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധനയിൽ പ്രവേശിക്കാം. നാളെ മുതൽ മക്കളുടെ നിയോഗങ്ങൾക്കായി തിരുഹൃദയത്തിന് മുമ്പിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വലിയ വാഗ്ദാനങ്ങൾ, തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങൾ, മേരി മാർഗറ്റ് അലക്കോക്കിലൂടെ കർത്താവ് നൽകിയ വാഗ്ദാനങ്ങൾ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സഭയിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ നിറച്ചെടുക്കാനിടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ മുതൽ ജൂൺ മാസത്തിന്റെ പ്രത്യേക ചൈതന്യത്തില് തിരുഹൃദയത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. ഈശോ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് എന്തു വേണമോ അതെല്ലാം നൽകുവാൻ വേണ്ടി അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നല്ലോ. അങ്ങയുടെ പ്രിയപ്പെട്ട മകള് പാപത്തിന്റെ പിന്നാലെ പോയി നശിച്ചു പോകുന്നത് മാറ്റിക്കൊണ്ട് ആ മക്കളെ രക്ഷയിലേക്ക് ആനയിക്കുവാൻ വേണ്ടി അവൾക്ക് വേണ്ടിയും എന്ന പോലെ ആ കിണറിന്റെ കരയിൽ അങ്ങ് കാത്തിരുന്നു. ആ സമരിയക്കാരി സ്ത്രീയെ അങ്ങിലേക്ക് അടുപ്പിക്കാനും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവളായിരിക്കുന്ന അവസ്ഥയെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അങ്ങ് പറഞ്ഞില്ലേ, മോളെ, നീ ഇപ്പൊ കുടിക്കുന്ന വെള്ളം കുടിച്ച നിനക്ക് വീണ്ടും ദാഹിക്കും, എന്നാ ഞാൻ തരുന്ന ജലം കുടിച്ച പിന്നീട് ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് പറഞ്ഞ് ജീവന്റെ ജലമായ അങ്ങയെ സ്വന്തമാക്കാൻ ആ മകളെ അവിടുന്ന് ഒരുക്കിയല്ലോ. ഈശോ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പല പല ദാഹത്തിന്റെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ, ജടിക പാപത്തിന്റെ പിന്നാലെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ പിന്നാലെ പല പല വിശപ്പുകൾ ശമിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുക ഞങ്ങളുടെ മക്കള്. കർത്താവേ, അങ്ങേക്കല്ലാതെ ദാഹ ശമിപ്പിക്കാൻ വേറെ ആർക്കും കഴിയത്തില്ല. കർത്താവേ, ആ വലിയ സത്യം അറിയാനുള്ള വലിയ കൃപ ഈ സമരിയാക്കാരി സ്ത്രീക്ക് അങ്ങ് തന്നെയാണല്ലോ നൽകിയത്. അതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് യഥാർത്ഥമായ ദാഹ ശമിപ്പിക്കുന്ന അങ്ങയിലേക്ക് അടുക്കാനിടയാകത്തക്ക വിധത്തില് ഞങ്ങളുടെ മക്കളെയും അങ്ങ് പഠിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിലൂടെ, അങ്ങയുടെ സാന്നിധ്യത്തിലൂടെ, അങ്ങയുടെ ഇടപെടലിലൂടെ കർത്താവേ, അങ്ങ് നൽകുന്ന ജീവജലം പാനം ചെയ്യാൻ ഇടയാകത്തക്ക വിധം സമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തില് ഇടപെട്ട പോലെ കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഇടപെട്ടുകൊണ്ട് അങ്ങ് നൽകുന്ന ജീവജലത്തിനു വേണ്ടി ദാഹിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. പ്രാർത്ഥിക്കും മക്കളെ, ആ ദാഹം നമുക്ക് ലഭിച്ചാല്, ആ ജീവജലത്തിനു വേണ്ടി ആഗ്രഹിച്ചാല് അത് തരാനായി ഈശോ വന്നിരിക്കുന്നേ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ, അത് സമർത്ഥമായി ഉണ്ടാകാനാ ഈശോ വന്നേ. ഈ ജലമാണ് ഈശോ തരുന്ന ജീവന്റെ ജലം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ദാഹിക്കട്ടെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വലിയ ദാഹം ഞങ്ങളുടെ മക്കളിൽ അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ ജീവജലത്തിനു വേണ്ടി അങ്ങ് ജനിപ്പിക്കണമേ. ജീവിത പങ്കാളിയില്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളില്, ഞങ്ങളുടെ സഹോദരങ്ങളില്, ഞങ്ങളുടെ പേരക്കിടാങ്ങളില്, ഞങ്ങളുടെ എല്ലാ യുവമക്കളില് കർത്താവേ, ആ ദാഹം ജനിപ്പിക്കണമേ. അങ്ങ് നൽകുന്ന ജീവജലത്തിനു വേണ്ടിയുള്ള ദാഹം ജനിപ്പിക്കണമേ. കർത്താവേ, അങ്ങനെ പാപം വിട്ട്, മറ്റു പല ദാഹങ്ങൾ വിട്ട്, വിശപ്പ് ശമിപ്പിക്കുന്ന പ്രവൃത്തികൾ വിട്ട് യഥാർത്ഥമായ ദാഹ ശമിപ്പിക്കുന്ന അങ്ങയുടെ ജീവജലം സ്വീകരിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി, ഈ വലിയ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ഒരു തിരിച്ചറിവോടെ ഈ ഒരു അടിസ്ഥാനത്തില് കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദം ഏറ്റവും സ്നേഹത്തോടെ, ദാഹത്തോടെ സ്വീകരിക്കാം. ഈ സമയത്ത് കർത്താവെ, ആ ദാഹജലം, ജീവജലം ഞങ്ങൾക്ക് നൽകണമേ എന്ന്, ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആ ജീവന്റെ ജലം, ആ ദാഹജലം അങ്ങാണല്ലോ കർത്താവേ. അങ്ങേ സ്വന്തമായി ആ ജീവജലം സ്വീകരിക്കാൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി ഈശോയെ തൊട്ട്, ഈശോയിൽ നിന്ന് ആ ജീവജലം ഒഴുകുന്ന വലിയ അഭിഷേകം നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും മക്കളിലേക്കും പ്രവഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തി നീട്ടിപ്പിടിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവജലത്തിന്റെ ദാതാവായ ഈശോയെ ആ ജീവജലം നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംതൃപ്തരാക്കണമേ. ഞങ്ങൾക്ക് വീണ്ടും മറ്റൊന്നിനു വേണ്ടി ദാഹിക്കാതിരിക്കട്ടെ.